ഹായ് ഡിയേഴ്സ്, ബ്രോഡാഡ് വിത്ത് ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടകം 1-ാം തീയതി, അതായത് രാമായണ മാസം ആരംഭം. ഇപ്പം ഈ കാണുന്നത് ഇന്ന് രാവിലെ എടുത്ത വീഡിയോ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് തലേ ദിവസത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നിലവിളക്കും സാധനങ്ങളൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കഴുകാൻ പറ്റാറുണ്ട്. പക്ഷേങ്കിൽ പൂജാമുറി ക്ലീൻ ചെയ്യല് മാസത്തിൽ ഒരിക്കലൊക്കെ നടക്കുള്ളൂ. ഫോട്ടോസ് എല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ട് കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യൽ എപ്പോഴും മാസത്തിൽ ഒരിക്കലൊക്കെ നടക്കാറുള്ളൂ. ഇപ്പം ഈ കാണുന്നതൊക്കെ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതായത് ബുധനാഴ്ച, നമ്മളുടെ കർക്കിടക മാസത്തിന്റെ തലേ ദിവസം. പൂജാമുറി വൃത്തിയാക്കാൻ നിൽക്കുന്ന സമയത്ത് ആദ്യം തന്നെ ചെയ്യാറുള്ളത് ഡൈനിങ് ടേബിളിൽ കുറച്ച് പേപ്പർ വിരിച്ചു വെക്കലാണ്. ഫോട്ടോസ് ഒക്കെ തുടച്ചെടുത്ത ശേഷം അതിന്റെ മുകളിലേക്ക് വെക്കാനായിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യാറുള്ളത്. വെറുതെ ഒരു തുണി കൊണ്ട് തുടച്ചെടുത്താൽ ചിലപ്പോൾ അതിനകത്തുള്ള പൊടിയും കരിയൊന്നും പോവില്ല. നമ്മൾ 2 നേരം വിളക്ക് കത്തിക്കുന്ന സമയത്ത് അതിനകത്ത് ചന്ദനത്തിരുടെയൊക്കെ കരികളൊക്കെ ആയിട്ട് മൊത്തം കരി പിടിച്ചിരിക്കുന്നുണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഒരു തുണി വെള്ളത്തിൽ മുക്കിയ ശേഷം നന്നായി പിഴിഞ്ഞെടുത്തിട്ട് ആ കുറച്ച് നനവോടെ തന്നെയാണ് ഞാനത് തുടച്ചെടുക്കാറുള്ളത്. ഫോട്ടോസ് ഒക്കെ കേടാവാതിരിക്കാനായിട്ട് എന്തേലും വെള്ളത്തിന്റെ അംശം ഫോട്ടോയിൽ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് ഉണങ്ങാനായിട്ടാണ് ഞാൻ ആ ടേബിളിൽ പേപ്പർ വിരിച്ച് അങ്ങനെ വെക്കാറുള്ളത്. പൂജാമുറി എന്നൊക്കെ നമ്മൾ പറയേണ്ടതെന്നുണ്ടെങ്കിലും ഇത് റൂമായിട്ടുള്ള ഒരു സംഭവമല്ല കേട്ടോ. നമ്മളിങ്ങനെ ഒരു കബോർഡ് പോലെ പണിയിപ്പിച്ചതാണ്. ഇതിനകത്ത് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് വേഗം അഴുക്ക് പിടിക്കും. നിലവിളക്കിലത്തെ കറകൾ അധികം ആവാറില്ല എന്നുണ്ടെങ്കിലും ചന്ദനത്തിരുടെയും സാമ്പ്രാണിയുടെയും ഒക്കെ പുക പോയി നിൽക്കുന്ന സമയത്ത് അതിന്റെ മോൾ ഭാഗത്തൊക്കെ മൊത്തം കരിയാണ്. ഫോട്ടോസ് എല്ലാം ഇതിനകത്ത് വെക്കുന്ന സമയത്ത് പേപ്പർ വിരിച്ചിട്ട് അതിന്റെ മുകളിലാണ് വെക്കാറുള്ളത്. അതോടെ എടുത്ത് കളഞ്ഞ ശേഷം അതിൽ പൊടികളൊക്കെ ഒന്ന് തുണിയെടുത്ത് തുടച്ച് കളഞ്ഞതാണ്. പൊടികളെല്ലാം പോയി കഴിയുമ്പോൾ സോപ്പ് വെള്ളത്തിൽ ഈ തുണി പിഴിഞ്ഞെടുത്ത ശേഷവും നന്നായിട്ട് തന്നെ തുടച്ചെടുക്കാറുണ്ട്. ഇതിന്റെ മോൾ ഭാഗത്തൊക്കെ കരിയുടെ കറ നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അകത്ത് വൈറ്റ് കളർ ആയതുകൊണ്ട് നമ്മൾ എത്രയൊക്കെ ഉരച്ച് തുടച്ചെടുത്താലും അത് ഫുള്ളായിട്ട് പോവലൊന്നുമില്ല. ഇനിയിപ്പോ എന്തായാലും ഇതിന്റെ കളർ ഒന്ന് മാറ്റിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പൂജാമുറിയുടെ മുകളിലൊക്കെ നമ്മൾ നിലവിളക്കും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് 2 ദിവസം മുമ്പ് നമ്മൾ വീട് ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് ആ സംഭവങ്ങളൊക്കെ വൃത്തിയാക്കി ഒതുക്കി വെച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിന്റെ അകത്ത് മാത്രമേ വൃത്തിയാക്കാണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ വീഡിയോക്കകത്ത് വളരെ കുറച്ച് ഭാഗം മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ഈ കരിയെല്ലാം തുടച്ചെടുക്കാനായിട്ട് കുറച്ചധികം സമയം തന്നെ എടുത്തു കേട്ടോ. ഫ്രെയിമുകളൊക്കെ തുടച്ചു മാറ്റി ഞാൻ ഈ പേപ്പറിന്റെ മുകളിൽ വെച്ചിട്ട് പൂജാമുറി ക്ലീൻ ചെയ്തെടുക്കുമ്പോഴത്തേനും വിഗ്രഹങ്ങളൊക്കെ അച്ഛ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഇതൊക്കെ എപ്പോഴും ചെയ്യാറുള്ളത് അച്ഛ തന്നെയാണ് കേട്ടോ. നമ്മൾ എപ്പോഴും എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ കൂട്ടത്തിൽ ആരെങ്കിലും കൂടി ഉണ്ടെങ്കിൽ വേഗം പണി തീർന്നു കിട്ടുമല്ലോ. ഇതിൽ ചെറിയ നനവൊക്കെ ഉള്ളതൊക്കെ പോയി ഉണങ്ങി വരുമ്പോഴത്തേനും നിലവിളക്കും സാധനങ്ങളൊക്കെ കഴുകിയെടുക്കാന്ന് വിചാരിച്ചു. പൂജാമുറി തുടയ്ക്കാനായിട്ട് എടുത്ത തുണിയും ഫോട്ടോസൊക്കെ തുടയ്ക്കാനായിട്ട് തുണിയൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് നിറച്ച് കരിയും പൊടിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കൈയോടെ അതിനെ കൂടെ കഴുകിയെടുത്ത ശേഷം വിളക്ക് കഴുകാമെന്ന് വിചാരിച്ച് അതോടെ അങ്ങോട്ട് കഴുകിയെടുത്താണ് കേട്ടോ. നിലവിളക്ക് കഴുകാനായിട്ട് നമ്മളിവിടെ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് എന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ പാത്രമൊക്കെ തേക്കുന്ന സോപ്പ് പൗഡർ ഉണ്ടല്ലോ, അതും നമ്മൾ പാത്രം തേക്കാൻ ഉപയോഗിക്കുന്ന ലിക്വിഡും കൂട്ടത്തിൽ ഒരു അരമുറി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞെടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കും. ഇത് ഉപയോഗിച്ചിട്ടാണ് ഈ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാറുള്ളത്. ഇതൊക്കെ നമുക്ക് ഡെയിലി കഴുകാൻ പറ്റാറില്ലല്ലോ. ആഴ്ചയിൽ ഒരു ദിവസമാണ് കഴുകണത് എന്നുണ്ടെങ്കിലും അതിനകത്ത് അത്യാവശ്യം എണ്ണക്കറയും കരിയുമൊക്കെ ഉണ്ടാവും. നിലവിളക്കിനേക്കാൾ കൂടുതൽ ചന്ദനത്തിരിയും സാമ്പ്രാണിയൊക്കെ കത്തിക്കുന്നതില് ഈ മിക്സ് ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കുമ്പോൾ നമുക്ക് അധിക സമയത്ത് ഉരയ്ക്കേണ്ടിയും വരില്ല. പെട്ടെന്ന് തന്നെ ഈ കറകളൊക്കെ നീങ്ങി കിട്ടുകയും ചെയ്യും. ഇതിന്റെ മാത്രമല്ല കേട്ടോ, നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളിലെ എണ്ണക്കറകളും ഈ സിങ്ക് കഴുകാനും ഒക്കെ ഇതുപോലെ ഇത് 3ഉം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വൃത്തിയായിട്ട് ക്ലീൻ ആയി കിട്ടും. നമ്മൾ ഡെയിലി എന്തെങ്കിലും ലിക്വിഡോ പൗഡറോ ഉപയോഗിച്ച് മാത്രമല്ലേ സിങ്ക് കഴുകാറുള്ളൂ. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. തുടയ്ക്കാനെടുത്ത് തുണിയെല്ലാം കഴുകി നിലവിളക്കെല്ലാം തേച്ച് വെച്ച് വരുമ്പോഴത്തേനും നമ്മളുടെ ഫോട്ടോസ് എല്ലാം ഉണങ്ങി വന്നിട്ടുണ്ട്. കൂടെ നമ്മളുടെ ഈ പൂജാമുറിയും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഫോട്ടോസ് എല്ലാം വെക്കുന്നതിന് മുമ്പ് ഞാൻ പേപ്പർ വെച്ചിട്ടാണ് ഫോട്ടോസ് വെക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഉണങ്ങി വന്നപ്പോൾ അതിനകത്തേക്ക് പേപ്പറെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് മടക്കി വെച്ചു. അതിനുശേഷം ഫ്രെയിമെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. നമ്മൾ ഭഗവാന് മാലയൊക്കെ ഇടുന്ന സമയത്ത് അതിനകത്ത് എന്തായാലും വെള്ളമൊക്കെ ഉണ്ടാവും പൂവൊക്കെ വെക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ താഴെ വീഴുന്ന സമയത്ത് ഡ്രൈ ആയി പോകാനായിട്ടാണ് പേപ്പർ വിരിച്ച് വെക്കുന്നത്. അതുപോലെ തന്നെ ഈ പേപ്പർ ഇരിക്കുന്ന ഭാഗം എപ്പോഴും വൃത്തിയായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അതല്ലാതെ ഈ മോൾ ഭാഗത്ത് മാത്രമൊക്കെയാണ് കൂടുതലായിട്ട് കരിയൊക്കെ വന്നിരിക്കുന്നത്. വിഗ്രഹങ്ങളും ഫോട്ടോസൊക്കെ എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ വെക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ അവരുടേതായ സ്ഥലത്ത് തന്നെ ഇരുത്തി. പിന്നെ ഈ ഒരു സംഭവം കണ്ടോ, ഈ വിനായകൻ അതിരിക്കുന്നത് ചിരട്ടയിലാണേ. നല്ല ക്യൂട്ടായിട്ടില്ലേ? കണ്ടപ്പോൾ ഭംഗി തോന്നി വാങ്ങിച്ചതാണ്.
പിന്നെ നമ്മൾ ഈ ഫോട്ടോസിലെല്ലാം കഴുകിയെടുത്ത ശേഷം ചന്ദനവും കുങ്കുമൊക്കെ വെക്കാറുണ്ട്. അതൊക്കെ ചെയ്യാറുള്ളതും അച്ഛ തന്നെയാണ് കേട്ടോ. ഈ ചന്ദനം വെക്കുന്ന പരിപാടിയും കുറച്ചധികം സമയം എടുക്കുന്നത് തന്നെയാണ് കേട്ടോ. ചന്ദനം എല്ലാത്തിലും വെച്ച ശേഷം അതിന്റെ നടുവിലായിട്ട് കുങ്കുമം കൂടെ വെക്കാറുണ്ട്. ചന്ദനത്തിന്റെ പണി കഴിഞ്ഞ ശേഷമാണ് കുങ്കുമം എടുക്കാറുള്ളത്. പൂജാമുറിയുടെ ക്ലീനിങ് മാത്രമാണ് രാവിലെ സമയത്ത് നടന്നത്. പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉച്ചയോറൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ ചായ കുടിയും കഴിഞ്ഞിട്ട് വീടൊക്കെ ഒന്ന് തുടച്ചിടാന്ന് വിചാരിച്ചു. മാസത്തിൽ 2 തവണ എനിക്കിവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ചേച്ചി വരാറുണ്ട്. അവർ വരുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ് തട്ടിയടിക്കലുണ്ട്. ജനലും ഡോറും കാര്യങ്ങളൊക്കെ തട്ടി തുടച്ചെടുത്തിട്ട് വൃത്തിയാക്കാറുണ്ട്. കൂട്ടത്തിൽ ഞാനും അവരുടെ കൂടെ ഒന്ന് ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പൊ 2 ദിവസമായിട്ടേ ഉള്ളൂ അവർ വന്ന് ഫുള്ളായി ക്ലീൻ ചെയ്തിട്ട് പോയിട്ട്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അടിച്ചുകൂടലും തുടക്കലൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത്. എല്ലാ ദിവസവും ഫുൾ ക്ലീനിങ് ഒന്നും നടക്കില്ല കേട്ടോ. എന്തായാലും ഡെയിലി ഈ ഹാളും കിച്ചണും തുടച്ചിടാറുണ്ട്. ഇന്ന് വൈകുന്നേരമായപ്പോൾ രാമായണ മാസാരംഭം പ്രമാണിച്ച് ഫുള്ളായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാന്ന് വിചാരിച്ചു. മോൻ പുറത്ത് നിൽക്കുന്നത് കണ്ടോ? അവനിപ്പോൾ അകത്താണെങ്കിൽ ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കുകയില്ല, ഇതിലേ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ഉണങ്ങി വരുന്നവരെ പുറത്ത് നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അച്ഛനും അവനും അമ്മയും കൂടിയിട്ട് പുറത്ത് നിൽക്കുകയാണ്. അല്ലെങ്കിൽ കൂടുതൽ ദിവസങ്ങളിലും വൈകുന്നേര സമയങ്ങളിൽ പുറത്ത് തന്നെ ആയിരിക്കും. ഈ റോഡിലൂടെ നടക്കലൊക്കെയാണ് ഇഷ്ടം. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നടക്കാൻ പോവാന്ന് പറഞ്ഞതുകൊണ്ട് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ അവിടെ. കുറച്ചധികം സമയം എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും കർക്കിടകം പ്രമാണിച്ചിട്ട് തലേ ദിവസം തന്നെ വീട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടു കേട്ടോ. ഇന്ന് രാവിലെ വിളക്ക് കത്തിച്ചപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. രാമായണ മാസം പ്രമാണിച്ച് രാമായണം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിലും വായിക്കൽ നടക്കുമോ എന്നുള്ളത് അറിയില്ല. വീട്ടിൽ ചെറിയ മോനോടുണ്ടല്ലോ, വായിച്ചു തുടങ്ങിയാൽ അത് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. ഡെയിലി കുറച്ച് സമയമെങ്കിലും അത് വായിക്കാനായിട്ട് ഇരിക്കുകയും വേണം. വീട്ടിലിപ്പോൾ മോന് അതിന് സമ്മതിക്കുന്ന തോന്നണില്ല. ഭഗവാനും പൂവൊക്കെ വെച്ച് അച്ഛ തൊഴുതുകൊണ്ടിരിക്കുമ്പോഴാണ് മോനും സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് വന്നത്. രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞാൽ ഭഗവാനെ തൊഴിലും ചന്ദനം വെക്കലും ഒക്കെ ചെറുപ്പം മുതലേ തന്നെ അവനെ ശീലിപ്പിച്ചത് അച്ഛച്ച തന്നെയാണ്. കർക്കിടക തലേന്നത്തെ ക്ലീനിങ്ങിന്റെ ചെറിയൊരു ഭാഗമായിട്ടുള്ള നമ്മളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.